സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആരെ പറ്റിയാണ്? നമ്മുടെ സമൂഹത്തില് ഉന്നത കുലജാതൻ എന്ന് സ്വയമേ പറഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയെ പറ്റി. ആ വ്യക്തി BJPയുടെ ഒരു പ്രതിനിധിയാണ്, ഒരു കേന്ദ്രമന്ത്രിയാണ്. തൃശ്ശൂർ മണ്ഡലത്തിൽ ഭരിക്കുന്ന, അല്ലെങ്കിൽ തൃശ്ശൂർ മണ്ഡലം സ്വന്തമാക്കിയ, തൃശ്ശൂർ എനിക്ക് വേണം, ഞാൻ ഇങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ സുരേഷ് ഗോപി അവർകൾ. അപ്പോൾ ഇദ്ദേഹത്തിനെ പറ്റി നമ്മൾ പലപ്പോഴും പല വീഡിയോകളിലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പല വീഡിയോകളും നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ പല കാര്യങ്ങളും നമ്മൾ പലപ്പോഴായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ സുരേഷ് ഗോപി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീഴാൻ പോയപ്പോൾ കയ്യിൽ പിടിച്ച ഒരാളുടെ കൈ തള്ളി മാറ്റിക്കൊണ്ട്, അതായത് പിടിച്ച് സ്റ്റെപ്പെല്ലാം കയറിയതിന് ശേഷം സേഫ് ആയിട്ടുള്ളൊരു സോണിൽ എത്തിയതിന് ശേഷം അയാളുടെ കൈ പിടിച്ച് തള്ളിക്കളഞ്ഞൊരു വീഡിയോ ഒക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തന്റെ അടുത്തേക്ക് ഒരാൾ ഓടി വരുമ്പോൾ അതൊരു വൃദ്ധനാണോ അല്ലെങ്കിൽ ഈ സമുദായത്തിൽ പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവനാണോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അവരെ അടിമുടി ആദ്യം നോക്കിയിട്ട് അത് പെണ്ണാണെങ്കിൽ ചേർത്ത് പിടിക്കുകയും പെണ്ണല്ല എന്നുണ്ടെങ്കിൽ തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു സുരേഷ് ഗോപി നമ്മൾ കണ്ടാണ്. ഞാനിതൊരു വിവാദപരമാക്കി എടുക്കുന്ന ഒരു കാര്യമല്ല, പക്ഷേ ആ രീതിയിലുള്ള ഒരു ബിഹേവിയർ സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഞാൻ കാണാൻ ഇടയുണ്ടായി. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ അതിനെപ്പറ്റി അങ്ങനെ ആയിരിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ സുരേഷ് ഗോപി ഇങ്ങനെ അടുത്തേക്ക് ആളുകൾ ഓടി വരുമ്പോൾ അവരെ ഇങ്ങനെ അടിമുടി നോക്കിയിട്ട് അവരുടെ സ്റ്റാൻഡ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ സ്റ്റാൻഡേർഡ് എന്താണെന്നൊക്കെ നോക്കിയിട്ടേ കൈ കൊടുക്കുകയുള്ളൂ. കുറച്ച് പബ്ലിസിറ്റി കിട്ടുന്നതാണെങ്കിൽ സുരേഷ് ഗോപി അത് കൊടുക്കും. സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി നല്ല മനുഷ്യൻ തന്നെയാണ് എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഈ ജാതീയ ബോധമാണ് ഏറ്റവും വലിയ പ്രശ്നം, അല്ലെങ്കിൽ വർഗീയ ബോധം, അല്ലെങ്കിൽ ഈ മതബോധം, അല്ലെങ്കിൽ നിറത്തിൻ്റെ മേലുള്ള ഒരു എന്താ പറയുക, ഒരു വിവേചനം. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും മോശമായിട്ടുള്ളൊരു ഘടകം. അത് തന്നെയാണ് അദ്ദേഹം അവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും. അപ്പം ഞാൻ ഈ ഒരു കാര്യത്തെപ്പറ്റി ഇന്ന് പറയാൻ വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ ഈ തരത്തിലുള്ള ജാതീയ ബോധത്തിനെ വേരോടെ പറിച്ചു കളയുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയല്ലേ നമ്മുടെ എല്ലാവരുടെയും മുത്തായിട്ടുള്ള വേടൻ വന്നത്. ആ വേടൻ എന്തിനു വേണ്ടിയായിരുന്നോ സംസാരിച്ചത്, ആ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ കേരളത്തിലല്ല നമ്മുടെ സമൂഹത്തിൽ അങ്ങോളം ഇങ്ങോളം കണ്ടുവരുന്നത്. ജാതി ഇല്ല എന്ന് പറഞ്ഞാലും ജാതി എവിടെയൊക്കെ ഉണ്ടെന്നുള്ളതും, ജാതി ആരൊക്കെ ഈ പറയുന്ന ജാതീയപരമായിട്ട് മറ്റുള്ളവരെ അടിച്ചമർത്താൻ നോക്കുന്നുണ്ടെന്നുള്ളതെല്ലാം നമുക്കറിയാം. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വന്നിരുന്നു. ഞാൻ വേടനെ പറ്റി വീഡിയോ ചെയ്തുകൊണ്ട് ഒരു കുട്ടി എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയും പറഞ്ഞത്, ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ആ കുട്ടിയും പറഞ്ഞത് ഇതുപോലെ ജാതി എന്ന് പറയുന്ന ഒരു സാധനം ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം അത് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞാണെങ്കിലും എനിക്ക് ഒരുപാട് ആളുകളെ അങ്ങനെ എനിക്കറിയാം. അതായത് ഈ ജാതിയുടെ പേരിലും പണമില്ലാത്തതിൻ്റെ പേരിലും ഈ മതത്തിൻ്റെ പേരിലും ഈ നിറത്തിൻ്റെ പേരിലും ഒക്കെ അടിച്ചമർത്തപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരെ എനിക്കറിയാം. എന്നാൽ ഇവരാരും മുന്നിലേക്ക് വന്ന് സംസാരിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? അവരൊക്കെ നിശബ്ദരാക്കപ്പെട്ടവരാണ്. അങ്ങനെ നിശബ്ദരാക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇവിടെ സംസാരിക്കാൻ പാടില്ല. ജാതിപരമായിട്ടും പണപരമായിട്ടും എല്ലാ രീതിയിലും ഉയർന്ന ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി എന്നുള്ള തമ്പ്രാക്കന്മാരാണെന്ന് സ്വയമേ ചിന്തിച്ച് നടക്കുന്ന ആളുകളുടെ മനോവികാരം കൊണ്ട് ഒന്നും പറയാൻ പറ്റാതെ നിശബ്ദരാക്കപ്പെട്ട ആളുകളാണ് അവർ. അങ്ങനെ നിശബ്ദരാക്കപ്പെട്ടവരുടെ ശബ്ദമായിട്ടല്ലേ വേടൻ മുന്നിലേക്ക് വന്നത്? അല്ലെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? ഞാനത് ആദ്യം മുതലേ ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്. വോയിസ് ഓഫ് ദി വോയിസ്ലെസ് എന്നാണ് വേടന്റെ ഒരു ആദ്യത്തെ കവിത, അല്ലെങ്കിൽ വേടൻ പാടിയൊരു പാട്ടിന്റെ പേര്. ആ പാട്ടിൽ പറയുന്നത് പോലെ തന്നെ മൂകരാക്കപ്പെട്ട, അല്ലെങ്കിൽ ശബ്ദമില്ലാതെ ആക്കപ്പെട്ട, ശബ്ദിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാതാക്കിയ കുറെ ആളുകളുടെ പ്രതിനിധിയാണ് വേടൻ. അങ്ങനെയുള്ളൊരു വേടൻ ഈ നാട്ടിൽ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കൊള്ളരുതായ്മകൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇതൊന്നും ഇവിടെ നിലനിൽക്കുന്നില്ല. വേടൻ പറയുന്നതെല്ലാം അടിസ്ഥാനരഹിതമാണ്. പണ്ടുണ്ടായിരുന്ന ഒരു കാര്യത്തിനെ വേടൻ ഇപ്പോൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നുകൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് സ്പർദ്ധ വളർത്താൻ ശ്രമിക്കുന്നു. ജനങ്ങളുടെ ഉള്ളിൽ ഈ ജാതീയ ബോധം കയറ്റാനായിട്ട് ശ്രമിക്കുന്നു എന്നാണ് പലരും പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് വേടൻ എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ജാതി നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് പലപ്പോഴും തുറന്ന് പറഞ്ഞതുകൊണ്ടാണ് പല ആളുകളുടെയും ഉള്ളിലുള്ള ജാതീയ ബോധം പുറത്തേക്ക് വരാനിടയുണ്ടായത്. പല ആളുകളുടെയും ഉള്ളിലുള്ള വർഗ്ഗബോധം പുറത്തേക്ക് വരാനിടയുണ്ടായത്. അത് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഞാനപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വേടൻ എന്താണ്, അല്ലെങ്കിൽ വേടൻ ആരാണെന്ന് നമ്മൾ പലപ്പോഴും പറയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയൊരു വാക്കാണ്. അതായത് ഒരു സാധാരണ യുവാവിൽ നിന്ന് സാമൂഹിക പ്രശ്നങ്ങളെ തുറന്നു പറയുന്ന ധീരമായൊരു ശബ്ദമായി മാറിയ ഒരാളാണ് വേടൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഹണ്ടർ എന്ന അർത്ഥമുള്ള ആ പേര് പോലെ തന്നെ സമൂഹത്തിലെ അനീതികളെയും വർഗ്ഗവ്യത്യാസങ്ങളെയും വേട്ടയാടുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യം എന്നുള്ളത്, അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതില് വേടൻ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ സമൂഹത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞു, ഇപ്പോൾ പോലും ഞാൻ പറഞ്ഞാണ്, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമാണ്. നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെയും അസമത്വങ്ങൾക്കെതിരെയും ഒക്കെ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ ഒരു വ്യക്തി പ്രതികരിച്ചപ്പോഴാണ് പല ആളുകളുടെയും ഉള്ളിൽ ഈ ജാതീയ ബോധം ഉടലെടുത്തതെന്ന് ഞാൻ പറഞ്ഞല്ലേ. എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്? പല ആളുകളും അടിച്ചമർത്തപ്പെട്ട ആളുകൾ മുന്നിലേക്ക് വന്നുകൊണ്ട് എന്നെ ഇങ്ങനെ അബ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു, എന്നെ ഇങ്ങനെ സൈബർ ബുള്ളിങ് ചെയ്യാൻ ശ്രമിച്ചു, എന്നെ ഇങ്ങനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയാനായിട്ട് മുന്നിലേക്ക് വരാനുണ്ടായ കാരണം എന്താണ്? അവർക്കൊക്കെ ശബ്ദമായിട്ട് ഒരാൾ നിൽക്കുന്നുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ്. വേടനെതിരെ പരാതി
പരാതി വന്നതുപോലെ തന്നെ കുറേയൊക്കെ കള്ളത്തരങ്ങൾ വരുന്നുണ്ട്. എന്നാലും അതിൽ കുറേ കാര്യങ്ങളൊക്കെ ശരിക്കുമുള്ള കാര്യങ്ങൾ തന്നെയാണ്. വേടൻ ഒരു മുന്നിലേക്ക് വന്നൊരു പ്രതിനിധിയായിട്ട് നിന്നതുകൊണ്ട് തന്നെയാണ് ഇത് തുറന്നു പറയാനായിട്ട് മടിയില്ലാതെ ഒരുപാട് ആളുകൾ രംഗത്തേക്ക് വന്നത്. അവരെ ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവരെ അടിമയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ആളുകൾക്ക് ഇതൊരു വലിയൊരു മറുപടി തന്നെയായിരുന്നു വേടൻ എന്ന് പറയുന്ന വ്യക്തി മുന്നിലേക്ക് വന്ന് സംസാരിച്ചപ്പോൾ അവർക്ക് നൽകാൻ പറ്റിയത്. അപ്പോൾ ഈ വേടൻ എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്? ഇന്നലകളിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങൾക്കെതിരെയാണ് വേടൻ നിലകൊണ്ടത്. ഇന്നലകളിൽ മാത്രമാണ് ഈ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്? ഇന്നുമില്ലേ? നമ്മുടെ കൺമുൻപിലില്ലേ? ഒറ്റപ്പെട്ട സംഭവമാണോ ഇതൊക്കെ? ഒരിക്കലുമല്ല. ഈ പേരൂർക്കട എന്ന് പറയുന്ന സ്ഥലത്ത്, തിരുവനന്തപുരം ജില്ലയിലെ പേരൂർക്കടയിൽ ബിന്ദു എന്ന് പറയുന്ന ഒരു ദളിത് യുവതിയെ കുടിവെള്ളം ചോദിച്ചപ്പോൾ കക്കൂസ് കാണിച്ചു കൊടുത്ത ഏമാന്മാരുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ആ മധുവിനെ ഭക്ഷണം മോഷ്ടിച്ചു എന്നുള്ളതിന്റെ പേരിൽ തല്ലിക്കൊന്നൊരു സ്ഥലമാണ്. എത്രയെത്ര സംഭവങ്ങൾ അതിനുശേഷവും ഇപ്പോഴും എപ്പോഴും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. BJPയുടെ അജണ്ട എന്ന് പറയുന്നത് തങ്ങൾക്കെതിരെ അല്ലെങ്കിൽ തങ്ങളുടെ ഉള്ളിലുള്ള മേധാവിത്വത്തിനെതിരെ സംസാരിക്കുന്ന ആളുകളെ അടിച്ചമർത്തുക എന്നുള്ളതാണ് അല്ലേ? അത് തന്നെയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സവർണ അവർണ മേധാവിത്വമാണ് സുരേഷ് ഗോപിയും കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലാന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. കാരണം അത് തന്നെയാണ് സത്യം എന്നുള്ളൊരു കാര്യം എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് സുരേഷ് ഗോപിയെ പറ്റി ഞാൻ ഈ ഒരു കാര്യം പറയുമ്പോൾ വേടനെ എടുത്തിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജാതീയ ബോധം സുരേഷ് ഗോപിയുടെ ഉള്ളിലുണ്ടെങ്കിൽ സുരേഷ് ഗോപിയെ പോലെ തന്നെയുള്ള എത്രയോ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ ഉള്ളിൽ ഇപ്പോഴും ഈ ജാതീയ ബോധമുണ്ട്. സുരേഷ് ഗോപി ഈ വീട് വെച്ച് തരുന്ന ഒരു നിവേദനവുമായിട്ട് ഒരു വൃദ്ധൻ അടുത്തേക്ക് വന്നപ്പോൾ, ഒരു വയോധികൻ അടുത്തേക്ക് വന്നപ്പോൾ അത് നിരസിക്കുകയാണ് ചെയ്തത്. അതിന് സുരേഷ് ഗോപിക്ക് പറയാനുണ്ടായിരുന്ന ഒരു മറുപടി ഞാൻ ഇന്ന് സുരേഷ് ഗോപിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ കണ്ടതാണ്. അതിൽ അദ്ദേഹം പറയുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം ഈ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് വഞ്ചിക്കുന്ന ആളുകളെ പോലെ അല്ല അദ്ദേഹം എന്നാണ് അദ്ദേഹം അവിടെ പങ്കുവെക്കുന്നത്. അത് നല്ല കാര്യം തന്നെയാണ്. ഞാൻ എന്തായാലും അതൊന്ന് വായിക്കാം. ഒരു വിശദീകരണവുമായിട്ട് ഞാൻ വരികയാണ്. അതായത്, അടുത്തിടെ ഭവന സഹായവുമായി ബന്ധപ്പെട്ട് എൻ്റെ അടുത്ത് വന്ന ഒരു അപേക്ഷ നിരസിക്കപ്പെട്ട വിഷയത്തിൽ നിരവധി വാർത്തകളും വ്യാഖ്യാനങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിനെ ചിലർ സ്വന്തം രാഷ്ട്രീയ അജണ്ടകൾക്കായി പ്രയോഗിക്കുന്നു അല്ലെങ്കിൽ ഉപയോഗിക്കുന്നുവെന്ന് കാണുന്നു. ഒരു പൊതുപ്രവർത്തകനായി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും, എന്ത് ചെയ്യാൻ കഴിയില്ല എന്നതിനെക്കുറിച്ച് എപ്പോഴും വ്യക്തമായ ധാരണയുണ്ട്. ഓക്കെ, പാലിക്കാനാകാത്ത വാഗ്ദാനങ്ങൾ ഞാൻ നൽകാറില്ല. ജനങ്ങൾക്ക് വ്യാജ പ്രതീക്ഷകൾ നൽകുന്നത് എൻ്റെ ശൈലിയല്ല. ഭവന നിർമ്മാണം ഒരു സംസ്ഥാന വിഷയമാണ്. അതിനാൽ അത്തരം അഭ്യർത്ഥനകൾ ഒരാൾക്ക് മാത്രം അനുവദിക്കാനോ തീരുമാനിക്കാനോ കഴിയില്ല. അതിന് സംസ്ഥാന സർക്കാർ തന്നെ വിചാരിക്കണം. സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. എൻ്റെ ശ്രമങ്ങൾ എല്ലായ്പ്പോഴും സിസ്റ്റത്തിനുള്ളിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്ക് യഥാർത്ഥ നേട്ടങ്ങൾ എത്തിക്കാനാണ് കേന്ദ്രീകരിക്കുന്നത്. അതേസമയം ഈ സംഭവത്തിലൂടെ മറ്റൊരു പാർട്ടി ആ കുടുംബത്തെ സമീപിച്ച് സുരക്ഷിതമായ ഭവനം ഉറപ്പാക്കാൻ മുന്നോട്ട് വന്നത് എന്ന കാര്യം കാണുന്നത് എനിക്ക് സന്തോഷമാണ്. രാഷ്ട്രീയ ഉന്നം ഉള്ളതാണെങ്കിലും ഞാൻ കാരണം അവർക്കൊരു വീട് എന്നത് ലഭ്യമായല്ലോ. കഴിഞ്ഞ 2 കൊല്ലങ്ങളായി ഇത് കണ്ടുകൊണ്ടിരുന്നു. ആളുകൾ ഞാൻ കാരണം എങ്കിലും ഇപ്പോൾ വീട് വെച്ച് നൽകാൻ ഇറങ്ങിയല്ലോ. ജനങ്ങളുടെ പോരാട്ടങ്ങളിൽ രാഷ്ട്രീയ കളികൾക്കല്ല, യഥാർത്ഥ പരിഹാരങ്ങൾക്കാണ് സ്ഥാനമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പോസ്റ്റ്. ഈ പോസ്റ്റിലൊക്കെയും അദ്ദേഹം പറയുന്ന സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് മോശമായിട്ടുള്ള അല്ലെ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഞാൻ പറയാനുള്ള കാരണം, അല്ലെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് മുന്നിലേക്ക് വെക്കാനുള്ള കാരണം, ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് കേവലം ഒരു പാർട്ടിയിൽ നിക്ഷിപ്തമാണോ? അയാൾ ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അയാൾ തണലാവേണ്ടത് എത്രയോ ജനങ്ങൾക്കാണ്. അപ്പൊ ഇതില് സുരേഷ് ഗോപി പറയുന്നത് അവിടുത്തെ സംസ്ഥാന സർക്കാരാണ് ഇത് ഏറ്റെടുക്കേണ്ടതെന്നാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എല്ലാം കറക്റ്റ് ആണ്, അല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു പ്രതിനിധിയായിട്ട് ഒരു എന്താ പറയുക കലിംഗ സമ്മേളനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമ്മേളനം സത്യൻ അന്തിക്കാടും ഈ സിനിമാ നടന്മാരൊക്കെ ഇരുന്ന ഒരു സമ്മേളനം കൂടുകയാണ്. അപ്പൊ ആ സമ്മേളനത്തിലേക്ക് അതിൽ എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് 4-5 വർഷത്തോളം പെട്ടിരുന്നൊരു വൃദ്ധൻ അല്ലെങ്കിൽ ഒരു വയോധികൻ, ആ പ്രായം ചെന്ന മനുഷ്യൻ, അദ്ദേഹം അങ്ങോട്ടേക്ക് ഓടിച്ചെന്നപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ തള്ളിക്കളയേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നൊരു വീഡിയോ ഉണ്ട്, ഞാൻ അതൊന്ന് പ്ലേ ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ആ വീഡിയോയിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഇത് എൻ്റെ പണിയല്ല, ഇത് പഞ്ചായത്തിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതൊന്ന്. അപ്പോൾ എനിക്ക് ഞാൻ മുന്നേ ഒരാൾ കൊടുത്ത് അത് കൈപ്പറ്റും ചെയ്തു. അത് കണ്ടപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് പോയി കൊടുത്തത്. അപ്പോൾ അത് വാങ്ങിയിട്ടും കൂടിയില്ല. ഇതിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ നിർബന്ധിക്കാൻ പോയില്ല. ഒന്നും പറഞ്ഞ് ഞാൻ അവിടെ വന്നിരുന്നില്ല. വിഷമായി. പിന്നെ നമുക്ക് എന്തെങ്കിലും പറയുന്നതൊക്കെയാണ്. പിന്നെ നമ്മൾ ഒരു മന്ത്രിയോട് എന്തിട്ട് പറയുന്നത്, അതൊന്നും ഞാൻ വേണ്ടിയില്ല. അങ്ങനെ ചെക്കൻ വന്ന് എൻ്റെ മേടിച്ച് കൊണ്ടുപോയി. അങ്ങനെ ഇത് കഴിഞ്ഞ് ഞങ്ങളോട് പോരും ചെയ്തു. കണ്ടില്ലേ, ഇതിൽ ഇദ്ദേഹം പറയുന്നത് വിഷമമായോ എന്ന് ചോദിച്ചപ്പോൾ വിഷമമായി. പക്ഷെ ഒരു മന്ത്രിയല്ല, നമുക്ക് എന്ത് പറയാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിക്കും ഞാൻ മുൻപ് ചോദിച്ചൊരു കാര്യമാണ്. അതായത് ഒരു പ്രതിനിധി എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിയിൽ മാത്രം നിക്ഷിപ്തമായിരിക്കണം അല്ലെങ്കിൽ അങ്ങനെ ആവാൻ പാടുള്ളൂ എന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ആ പ്രതിനിധിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഈ ഒരു വിഷയത്തിൽ? ഒരാൾ ഇങ്ങനെ ഒരു നിവേദനവുമായിട്ട് വന്നപ്പോൾ
അത് വാങ്ങി അയാളുടെ അടുത്ത് ഒന്നും പറയണ്ട, അത് വാങ്ങി കയ്യിൽ വെച്ചിരുന്നാൽ തന്നെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇതെന്റെ ജോലിയല്ല, ഇത് വില്ലേജിലുള്ളവർ പഞ്ചായത്തിലുള്ളവർ ചെയ്തോളും എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ തള്ളിക്കളയേണ്ട ആവശ്യകത ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ ഒരു നിവേദനം വാങ്ങിയിട്ട് അതിൽ അതാത് സ്ഥാനത്തിലേക്ക്, അതായത് അതാത് പഞ്ചായത്തിലേക്ക് ഏൽപ്പിക്കുക എന്നുള്ളൊരു കടമ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു. നിങ്ങൾക്ക് PA ഉണ്ടാവും, മാനേജേഴ്സ് ഉണ്ടാവും, ഒരുപാട് ആളുകൾ നിങ്ങളുടെ അണ്ടറിലുണ്ടാവും. ആ ആളുകളുടെ കയ്യിലേക്ക് നിങ്ങൾക്ക് ഏൽപ്പിച്ചിട്ട് ഇത് ഇന്ന പോലെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയായിരുന്നു. പക്ഷെ നിങ്ങൾ അത് ചെയ്യുന്നതിന് പകരം ആ വന്ന വ്യക്തിയെ ആട്ടി ഓടിക്കുകയാണ് സുരേഷ് ഗോപി സാറ് ചെയ്തത്. അതാണ് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. അതാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ഏറ്റവും ജാതീയ മതബോധം എന്നൊക്കെ പറയുന്ന സാധനത്തിനേക്ക് ഞാൻ പറയാനായിട്ടുള്ള കാരണം അത് തന്നെയാണ്. ഇനി എത്രയൊക്കെ വെള്ളപൂശാൻ ശ്രമിച്ചാലും, വെറുതെ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് ഞാൻ പറ്റിക്കില്ല എന്ന് പറയാൻ ശ്രമിച്ചാലും, നിങ്ങളുടെയൊക്കെ ഉള്ളിലുള്ള ജാതീയ വർഗ്ഗബോധമെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായതാണ്. ഇത് തന്നെയാണ്, ഇതിനെതിരെ തന്നെയാണ് വേടൻ സംസാരിച്ചത്. അപ്പോൾ ആ വേടൻ വീടിന് കൊള്ളാത്തവനായി, നാടിന് കൊള്ളാത്തവനായി, ഒരു പെണ്ണുപിടിയനായി, കഞ്ചാവോളിയായി, രാജ്യദ്രോഹിയായി, LTT വിഭാഗത്തിൽപ്പെട്ടവനായി, എല്ലാമായി എല്ലാം ആക്കി എന്നാണ് അവിടെ പറയേണ്ടത്. അങ്ങനെ ആക്കിയിട്ട് നിങ്ങൾ എന്താണ് വിചാരിച്ചത്? അങ്ങ് അടിച്ച് തകർക്കാൻ കഴിയുമെന്നാണോ? അങ്ങ് തളർത്തിയിടാൻ കഴിയുമെന്നാണോ? ആരാണ് തളർന്നത്? വേടനെതിരെ സംസാരിച്ച് NR മധു എന്ന് പറയുന്ന മുഖ്യ പത്രാധിപൻ തളർന്നു. അതേ NR മധുവിനൊപ്പം KP ശശികല വന്നു, പുള്ളിക്കാരിയും തളർന്നു. പിന്നെ കൃഷ്ണകുമാറിന്റെ ഭാര്യ തളർന്നു. പിന്നെ മേജർ രവി, പിന്നീട് MG ശ്രീകുമാർ, പിന്നെ ജാസി ഗിഫ്റ്റ്, ഇങ്ങനെയൊക്കെ വന്ന എല്ലാവരും തളർന്നു. എന്നിട്ടും വേടൻ എന്ത് സംഭവിച്ചു? വേടൻ നല്ല രീതിയിൽ വളർന്നു. വളരുക എന്ന് പറയുന്ന സാധനത്തിലേക്ക് മാറി. ഇപ്പോഴും വേടന്റെ തട്ട് താണ് തന്നെ ഇരിക്കും. എത്രയെത്ര കേസുകൾ, എത്രയെത്ര വിവാദങ്ങളിൽ കൊടുക്കാൻ ശ്രമിച്ചാലും, എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും, വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ തട്ട് താണ് തന്നെ ഇരിക്കും. കാരണം ആ വേടൻ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് സംസാരിച്ചത് കൊണ്ടാണ്. നിശബ്ദരാക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സംസാരിച്ചതുകൊണ്ടാണ്. നിശബ്ദരാക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ശബ്ദമുയർത്തിയത് കൊണ്ട് തന്നെയാണ് വേടനെ എല്ലാവരും അംഗീകരിക്കുന്നത്. നമുക്കറിയാം, വേടന്റെ കുടുംബം ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. എന്തിന്റെ പേരിലാണ്? വേടനെ നിരന്തരം വേട്ടയാടാനായിട്ട് ചില ആളുകൾ ശ്രമിക്കുന്നു, വേടനെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നു. വേടനെതിരെ വരുന്ന പരാതികളിൽ ഈ രാഷ്ട്രീയപരമായിട്ട് വലിയ രീതിയിലുള്ള ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെയും അതിനെ എതിർത്തുകൊണ്ടാണ് ഇവരുടെ കുടുംബം മുന്നിലേക്ക് വന്നത്. അപ്പോൾ വേടന്റെ സഹോദരൻ വന്ന് സംസാരിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ വേടന്റെ കുടുംബം ഇപ്പോൾ കൊടുത്ത പരാതിയിൽ, മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയിൽ അന്വേഷണം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വേടന്റെ കുടുംബം കൊടുത്തിരിക്കുന്ന പരാതിയിൽ ഇനി ആരൊക്കെയാണ് പ്രശ്നങ്ങളിലേക്ക് മുന്നിലേക്ക് വരുന്നത് നമുക്ക് കാണാം. അപ്പോൾ വേടന്റെ കുടുംബം കൊടുത്ത പരാതി മുഖ്യമന്ത്രി അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലുള്ള അന്വേഷണവും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇരകളെന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ ഈ സ്ത്രീകൾ കൊടുക്കുന്ന എല്ലാം വിശ്വസിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളാണ് ഇവിടെ ഇപ്പോഴും ഉള്ളതെന്ന് നിങ്ങൾ ആരും കരുതരുത്. അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി. ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ മോശമാണെങ്കിലും വേടന്റെ കാര്യത്തിൽ സമീപിച്ച നിലപാട് വളരെ നല്ലത് തന്നെയാണ്, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ വേടനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളെല്ലാം, വേടനെ കൊടുക്കാൻ ശ്രമിച്ച കാര്യങ്ങളെല്ലാം ഒരു തുടരന്വേഷണം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു അന്വേഷണം വന്നിട്ടുണ്ട്. ആ അന്വേഷണത്തിന് ഇനി എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കിപ്പോൾ വന്നിരിക്കുന്ന ഒരു വാർത്ത, 24 ന്യൂസിൽ വന്നിരിക്കുന്ന ഒരു വാർത്തയാണ്. കണ്ടു നോക്കിയിട്ട് ബാക്കി വീട്ടിലേക്ക് വരാം. ബലാത്സംഗ കേസ് ഗൂഢാലോചന എന്ന് ചൂണ്ടിക്കാട്ടി റാപ്പർ വേടന്റെ കുടുംബം നൽകിയ പരാതിയിൽ ഇപ്പോൾ അന്വേഷണം തുടങ്ങുകയാണ്. വേടനെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കാണ് കുടുംബം പരാതി നൽകിയത്. സർക്കാർ അത് ഗൗരവത്തിൽ തന്നെ സ്വീകരിക്കുന്നു. ഒരു പരാതിയല്ല, 2 പരാതികളാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചതെന്ന് വേടന്റെ സഹോദരനും മറ്റൊന്ന് വേടന്റെ സഹോദരിയും സമാനമായ പരാതികൾ ഉന്നയിച്ചിരുന്നു. ജൂലൈ 31-ാം തീയതിയാണ് വേടനെതിരെ തൃക്കാക്കര പോലീസ് ഒരു ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ പരിഗണിക്കുന്നതിനിടയിൽ 2 പരാതികൾ കൂടി മുഖ്യമന്ത്രിക്ക് വരികയാണ്. ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ട് ആ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ആ സമയത്താണ് ആ വാർത്ത പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇതിലെല്ലാം കൃത്യമായ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്നാണ് വേടന്റെ കുടുംബത്തിന്റെ ആരോപണം. കഴിഞ്ഞ ദിവസം സെൻട്രൽ സ്റ്റേഷനിൽ ഒപ്പിടാൻ വന്ന ഘട്ടത്തിൽ വേടനും സമാനമായ ആശങ്ക പങ്കുവച്ചിരുന്നു. ഗൂഢാലോചനയുണ്ട്, പക്ഷേ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണത്തിലേക്ക് താൻ ഇപ്പോൾ തയ്യാറല്ല, കേസിന്റെ നടപടികൾ കഴിഞ്ഞ ശേഷം പ്രതികരിക്കാമെന്നായിരുന്നു വേടൻ പറഞ്ഞത്. മുഖ്യമന്ത്രിക്ക് ഈ കുടുംബം നൽകിയ പരാതിയിൽ അതിലൊരു പരാതി വേടന്റെ സഹോദരിയുടെ പരാതിയാണ്. ആ പരാതി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൈമാറിയിട്ടുണ്ട്. ഈ ബലാത്സംഗ കേസ് രജിസ്റ്റർ ചെയ്തത് തൃക്കാക്കരയിലാണ്. അതുകൊണ്ട് ഈ വേടന്റെ കുടുംബം നൽകിയ പരാതി, അതിൽ എന്താണ് വസ്തുത എന്നുള്ളത് അന്വേഷിച്ച് തൃക്കാക്കര ACP റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ കമ്മീഷണർ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് ഗൗരവത്തോട് തന്നെ സർക്കാർ എടുക്കുന്നു. ഇതിലൊരു ഗൂഢാലോചന ഉണ്ടെന്നാണ് വേടന്റെ കുടുംബം ഉറച്ചു നിൽക്കുന്നത്. കണ്ടില്ലേ, പണി വരുന്നുണ്ട് അവറാച്ച. പണി പാലും വെള്ളത്തിൽ കിട്ടാൻ പോവുകയാണ്. ആർക്കാണ്? വേടനെതിരെ സംസാരിച്ച സംഘിക്കുട്ടന്മാർക്കും വേടനെതിരെ സംസാരിക്കാനായിട്ട് മുന്നിലേക്ക് വന്ന ആളുകൾക്കും സ്ത്രീകൾക്കും എല്ലാത്തിനും ഒരു പണി വരുന്നുണ്ട്. അതായത് വേടൻ എന്ന് പറയുന്ന വ്യക്തിയെ, ആ ഒരു വ്യക്തിയെ പറ്റി മാത്രം പറയുകയായിരുന്നെങ്കിൽ ഓക്കെ, വിഷയം അവിടെ നിന്നേനെ. പക്ഷേ ആ വേടന്റെ കുടുംബത്തിൽ കയറി കളിച്ചു. ഈ യുവ ഡോക്ടർ എന്ന് പറയുന്ന പുള്ളിക്കാരി ഒരുമിച്ച് എല്ലാം ചെയ്തതിന് ശേഷം പിന്നീട് വേടനെ കുറ്റം പറഞ്ഞൊരു ആളാണ് യുവ ഡോക്ടർ. അദ്ദേഹം, അല്ലെങ്കിൽ ആ ഒരു പുള്ളിക്കാരി വന്നിട്ട് പറഞ്ഞൊരു കാര്യം, വേടന്റെ അമ്മ മോശമായിട്ട് നടക്കുന്ന ആളായിരുന്നു എന്നാണ് വേടൻ പറയുന്നതെന്നാണ്. വേടന് അമ്മയോട് പോലും മോശമായിട്ടുള്ള രീതിയിലുള്ള ചിന്താഗതി ഉണ്ടായിരുന്നു. അനിയത്തിയോടോ അല്ലെങ്കിൽ ഈ കവിയത്രിയോടോ അവരോടൊക്കെ മോശമായിട്ടുള്ളൊരു സ്വഭാവം, അങ്ങനത്തെ ഒരു ആഗ്രഹമുള്ളൊരു വ്യക്തിയായിരുന്നു വേടനെന്നാണ്.
ഒരു വ്യക്തിയെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് സ്വന്തം, അതായത് ആ വ്യക്തിയുടെ കുടുംബത്തിനെ വരെ അതിലേക്ക് വലിച്ചിഴക്കുന്ന ഒരു പരിപാടിയല്ലേ ഈ യുവ ഡോക്ടർ ചെയ്തത്? എന്ത് വാല്യൂ ആണ് യുവ ഡോക്ടറിനുള്ളത്? താൻ ചെയ്തൊരു കാര്യം അത് രണ്ടുപേരുടെ സമ്മതത്തോടുകൂടി ചെയ്തതാണ്, ആരും ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിച്ചല്ല. പിന്നീട് അതിനുശേഷം അദ്ദേഹത്തിനോട് വിരോധം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസും കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിനെ കൂടി സമൂഹത്തിലേക്ക് കരിവാരി തേക്കാനായിട്ട് അല്ലെങ്കിൽ വരച്ച് കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ട് പിന്നീട് രോക്ഷം അങ്ങോട്ട് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ വിഷമം അങ്ങോട്ട് നിൽക്കുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിനെ മൊത്തത്തിൽ അങ്ങ് തകർക്കാൻ ശ്രമിച്ചു. അദ്ദേഹം കോന്നിയിൽ വന്നിട്ട് തകർത്താടിയിട്ട് പോയി നമ്മളെല്ലാവരും കണ്ടതല്ലേ. ആരും കൊണ്ട് അടിച്ചമർത്താൻ സാധിക്കും? കാരണം അദ്ദേഹത്തിന്റെ വേടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ റിലവൻസ് ഇവിടെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുകയാണ് ഈ ജനങ്ങളുടെ പിന്തുണ കൊണ്ട് കാണുമ്പോൾ തന്നെ. ഈ പിന്തുണയ്ക്കുന്ന ജനങ്ങളെല്ലാവരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അടിച്ചമർത്തലിന് ഇരയാക്കപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെയാണെന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല. 100% ഷുവറാണ്. 100% തീർച്ചയായിട്ടും സത്യമുള്ള കാര്യം തന്നെയാണ്. ഏതെങ്കിലും തരത്തിലുള്ള അടിച്ചമർത്തലിന് വിധേയരാക്കിയിട്ടുള്ള ആളുകൾ തന്നെയാണ് വേടന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുക, അല്ല വേണ്ട സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ വേടനെ കൊടുക്കാനായിട്ട് ശ്രമിക്കുകയും അല്ലെങ്കിൽ വേടനെ തകർത്തെറിയാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കുക, അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ആ ഒരു മുഖ്യമന്ത്രി കിട്ടിയ പരാതിയിൽ അന്വേഷണം സ്റ്റാർട്ട് ചെയ്തു. ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരുന്നു നടന്നതെന്നുള്ളത്. അപ്പോൾ ഈ കാര്യത്തിൽ ഞാൻ വേടനെ എന്തുകൊണ്ട് ഇട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാതീയ അല്ലെ വർഗ അല്ലെങ്കിൽ ഈ സവർണ അവർണ മേധാവിത്വത്തിനെതിരെ സംസാരിച്ചത് കൊണ്ടാണ് അയാളെ അടിച്ചമർത്താൻ ശ്രമിച്ചത്. അപ്പോൾ അയാൾ സംസാരിച്ച കാര്യത്തിൽ എത്രത്തോളം വാല്യൂ ഉണ്ടെന്നുള്ളത് ഇപ്പോൾ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇങ്ങനത്തെയുള്ള ചിന്താഗതികൾ, ഇങ്ങനത്തെ പരിപാടികളൊക്കെ കാണുമ്പോൾ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. അദ്ദേഹത്തിന് അത് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക അദ്ദേഹത്തിന്റെ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അത് സമീപിക്കുന്ന രീതി വ്യത്യസ്തമാക്കാമായിരുന്നു എന്നുള്ളതാണ് ഞാനിവിടെ കണ്ടൊരു കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. എന്തായാലും സത്യം ഉടനെ തന്നെ മറന്നേക്ക് പുറത്തു വരട്ടെ. ആരായിരുന്നു ശരി, ആരായിരുന്നു തെറ്റെന്നുള്ളത് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.